കുഞ്ഞി പ്രായത്തിലെ ഇല്ലേ വിവാഹം കഴിച്ചു, അത് നമുക്കൊന്ന് മാറ്റിക്കുന്നു, വീണ്ടും ഒരു പ്രണയം എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ അതും നമുക്ക് വർക്കാവാത്ത പോകുന്ന കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റുന്നതന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജഗര അതിനകത്തൊരു ചേച്ചി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫാമിലി അങ്ങനെ ഒരു മരമാണ് നമ്മൾ. അത് എന്ത് പറ്റിയാലും അച്ഛൻ, അമ്മ, അബി കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ പിന്നെയും നമുക്ക് ഈ ഒരു ജനറേഷനാണ് പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാണ്ട് ഇരിക്കാം കുറേയൊക്കെ. പക്ഷേ അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരു മുമ്പത്തെ ജനറേഷനാണ്. അവരൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. വിഷമിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഈ കമൻസിലൊക്കെ വരുന്നത് അച്ഛനും അമ്മയും വളർത്തുന്ന ശരിയല്ല, ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിനി പറയാനും പോകുന്നില്ല. പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മളുടെ ഫാമിലിക്ക് മാത്രമാണ്. അതായത് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഫാമിലി മാത്രമാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് ഇതിനകത്ത് നടക്കണേന്നുള്ളത്. അപ്പം അവർ ഇത് കമൻറ്റ് കാണുമ്പോൾ അവർ അയ്യോ എൻ്റെ മോൾ ഇത്രയും ഗോ ത്രൂ ചെയ്തിട്ടും ആളുകൾ ഇവളെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. അച്ഛനൊക്കെ മരിക്കണ സമയത്ത് വരെ വളരെ വേദനിച്ചിട്ടുണ്ട് ചേച്ചി. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ എഗെയിൻ നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, അവരുടെ വേദനയുടെ മുകളിലാണെങ്കിൽ പോലും പോട്ടെ സാരമില്ല. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അച്ഛമ്മയ്ക്ക് എങ്ങനെ സാധിക്കണമെന്ന്. നമ്മൾ ഇതൊക്കെ കാണും, ഓരോ കമൻസും ട്രോളും ഒക്കെ കാണുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പോട്ടെ വാ ഭക്ഷണം കഴിക്കാം, നമുക്ക് പുറത്തു പോകാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ഞാനും അഭിരാമിയും ലോകത്തിലെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള മക്കളാണെന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ പാപ്പുവും ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാവയാണ്. ഇത്രയും നല്ലൊരു അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മേനെയും കിട്ടിയത്. കാരണം ദേ ആർ അവർ എവ്രിതിങ്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മളെല്ലാവരും കടന്നു പോകുന്ന പല ഘട്ടങ്ങളിലും ഒരാളെങ്കിലും എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ പിന്നെ അവർ മതി നമുക്ക്. അതെ, ചേച്ചി എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സൂയിസൈഡ് ചെയ്യേണ്ട സമയത്ത് പണ്ട് കഴിഞ്ഞിരുന്നു. കാരണം അത്രമാത്രം കാര്യങ്ങൾ കൂടെ സോഷ്യൽ മീഡിയ ഓർഗാനിക് അല്ലല്ലോ ചേച്ചി. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെറുതെ എങ്ങനെ ദേഷ്യം വരുന്നയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മനഃപൂർവ്വം അതിനൊരു ചാനലുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് അറിയാം. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് ഞങ്ങൾ അവൈലബിൾ അല്ലാതിരുന്ന ബിഗ് ബോസിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ആയിട്ട് പലതും വന്നപ്പോൾ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ ഇനിയിപ്പോ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വിക്ടിം കാർഡാന്ന് പറയും. അതാണല്ലോ അതിന്റെ ഒരു ട്രെൻഡ്. അപ്പൊ അതാണല്ലോ അതിന്റെ ട്രെൻഡ്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ അതായത് പാപ്പുവിന് വേണ്ടി ചിരിക്കുക എന്നുള്ളതാണ്. വളർന്നു വരുന്ന കുട്ടിയാണ്. അപ്പൊ അവള് നോക്കുമ്പോ അവളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും അടിയും ബഹളവും എന്തിനാ. അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ സൈലന്റ് ആയിട്ട് മിണ്ടാ എന്താ വെച്ചാൽ നടന്നോട്ടെ. ആൻഡ് ഷീ ഓൾസോ നോസ്. അപ്പോൾ പാപ്പു ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് എന്തിനാ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണേ, മമ്മിക്ക് ഒന്ന് വന്ന് ലൈവ് ഇട്ടിട്ട് എല്ലാം അങ്ങ് പറഞ്ഞാൽ പോരെ, മമ്മി ഞാനും ഇരിക്കാം മമ്മി എന്നൊക്കെ പറയും. കാരണം അത്രയും ഈവൻ ആ കുഞ്ഞു വരെ അത്രയും ഗോ ത്രൂ ചെയ്യാറുണ്ട്. പക്ഷേ ഫോർ മീ നൗ ഞാൻ ഭയങ്കര ഇപ്പൊ യൂസ്ഡാ. അതിനൊരു ധൈര്യം തന്നെ വേണം അല്ലേ അഭി? കാരണം ഒരു എന്താ പറയുക, ഒരാൾക്ക് പേഴ്സണലി കിട്ടുന്ന അറ്റാക്കോ ഒരു സെലിബ്രിറ്റി അറ്റാക്കോ അല്ല. എനിക്കെന്ന് പറഞ്ഞാൽ 14 years ആയി ചേച്ചി. അതായത് മറ്റേ ഈ പറയല്ലേ എന്താ ലൈഫ് ടൈം ഇംപ്രസ്മെന്റ് ആ സാധനം 14 വർഷത്തെ ജീവപര്യന്തം എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു ഇപ്പോഴും നമ്മളെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെ അവിടെ വിടുക എന്നല്ല, നമ്മളെ മനഃപൂർവ്വം അല്ലേ അത്യാവശ്യം ബോധമുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. ഉറപ്പായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചു എന്നുള്ളിടത്താണ് അമൃതേനെ ഞാൻ. അതെന്താന്നറിയോ, ഈ പറഞ്ഞ തൊട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, മനസ്സിലായോ? ഇപ്പൊ എത്ര വലിയ പെയിൻ വന്നാലും ചേച്ചി പറഞ്ഞ തൊട്ട് ഒരു സൂയിസൈഡ് അവിടെ വരെ എത്തിയാലും ചേച്ചിക്ക് ഓർക്കാൻ കുറച്ച് മുഖങ്ങളുണ്ട്. പാപ്പു, അമ്മ, ഷീ ഹാസ് ടു ലിവ്, ഷീ ഹാസ് ടു ഗോ ഫോർവേഡ്. വേറൊരു വഴിയില്ല. ഇപ്പം എൻ്റെ എന്താ പറയാ, ഇങ്ങനെ ഒരു പാസ്റ്റ് എല്ലാം കഴിഞ്ഞു പോയി. ഇവള് ഷീസ് നോട്ട് യെറ്റ് മാരിഡ്. ഇത് ഇവളെ എന്തോരം എഫക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ഓരോരുത്തരെയും നമ്മളിലേക്ക് വരുന്നതാണെങ്കിൽ ഇപ്പം നിങ്ങൾ അത്രയും സ്നേഹം, ഇപ്പം നമ്മൾക്ക് മൈൻഡ് ചെയ്യാത്തതാണെങ്കിൽ പോട്ടെ, നിങ്ങൾ അത്രയും സ്നേഹം ഇപ്പം പറഞ്ഞില്ലേ നമ്മളൊരു മരമാണെന്നുള്ള, അത് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇലയ്ക്ക് എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് അത്രയും സങ്കടം വരിക എന്നുള്ളത്. മാരീഡിനൊക്കെ അപ്പുറത്തേക്ക് ഈ
വിഷമങ്ങളെ നിങ്ങൾ എല്ലാവരോടും ചേർന്ന് നേരിട്ടതിലാണ്. ഹാറ്റ്സ് ഓഫ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക്. ഞാനും അച്ഛയും അമ്മയും എല്ലാവരും. അയ്യോ ഒന്നില്ല. നമുക്ക് ഓണപ്പാട്ട് പാടിയല്ലോ. 2 ഓണത്തല്ലേ ഇരട്ടെ? റെഡിയാവും? അത്രേ ഉള്ളൂ. നമ്മളതൊക്കെ കടന്ന് അതിനപ്പുറം. ഇതാണ് ശരിക്കും നടക്കുക. ഞങ്ങൾ ആരെങ്കിലും ലൈവ് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. പറയാം.